ബേപ്പൂരിലെ ഇലക്ഷൻ സാഹചര്യം, തെരഞ്ഞെടുപ്പ് സാഹചര്യം നമുക്കറിയാം. അവിടെ മത്സരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ PV അൻവറുമാണ്. അപ്പോൾ ബേപ്പൂർ ഉറപ്പായും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ PV അൻവർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ബേപ്പൂരിൽ തോറ്റാൽ മാനാഞ്ചിറ മൈതാനത്ത് കൂടി മുട്ടയടിച്ച് ഓടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ബേപ്പൂരിലെ ശരിക്കും പറഞ്ഞാലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ്? അവിടെ മന്ത്രിയാണോ PV അൻവറാണോ ജയിക്കാൻ പോകുന്നത്? ബേപ്പൂർ നോക്കുകയാണെങ്കിൽ 1982 മുതൽ CPM-ന്റെ ഒരു ഉറച്ച കോട്ടയായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ബേപ്പൂർ. അവിടെ CPM സ്ഥാനാർത്ഥികൾ മാത്രം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ 28,747 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് വിജയിച്ചു വന്നത്. അത്ര ശക്തമായ ഉറച്ച ഒരു കോട്ടയാണ് ബേപ്പൂർ CPM-നെ സംബന്ധിച്ചിടത്തോളം. അവിടെ എങ്ങനെയാണ് ഒരു മാറ്റം വരുമോ എന്നുള്ള ചർച്ച പോലും വന്നത്. കാരണം PV അൻവറിനെ പോലൊരു സ്ഥാനാർത്ഥി UDF-ലെത്തി. UDF സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാൻ എത്തിയപ്പോഴാണ് ബേപ്പൂർ ചർച്ചാ വിഷയമായത്. ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ PV അൻവർ CPM-ന്റെ അല്ലെങ്കിൽ CPM ബന്ധം അല്ലെങ്കിൽ ഇടത് ബന്ധം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് മുഹമ്മദ് റിയാസിനെ ആയിരുന്നു. മരുമോനിസമാണ് CPM-നെ തകർക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിനെ തകർക്കുന്നതെല്ലാം റിയാസിന്റെ പ്രവർത്തനങ്ങളാണ്. പാർട്ടിയിൽ അമിതമായ സ്വാധീനം ചെലുത്തുന്നു, ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഇന്ന് പാർട്ടി അകറ്റുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ റിയാസിനെതിരെ ഉന്നയിച്ചതിന് ശേഷമാണ് അൻവർ CPM ഇടുന്നത്. പിണറായി വിജയന് ആക്രമിക്കുന്നതിൽ കൂടുതൽ റിയാസിനെ ആക്രമിച്ചു. അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടാണ് അൻവർ പുറത്തേക്ക് പോയത്. ആ രീതിയിൽ തന്നെ അൻവർ മത്സരിക്കാൻ തെരഞ്ഞെടുത്തത്. ആദ്യം ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ബേപ്പൂർ തെരഞ്ഞെടുത്തു. എനിക്ക് തോന്നുന്നു UDF-ലെ ആദ്യമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതുപോലും PV അൻവറിന്റെ സ്ഥാനാർത്ഥിയാണ്. അൻവർ വന്നതോടെയാണ് അവിടെ കുറച്ചുകൂടി രാഷ്ട്രീയ പോരാട്ടമായി മാറി. UDF-ഉം കോൺഗ്രസും ഒന്നുകൂടി ഉണർന്നു, കൃത്യമായ പ്രവർത്തനങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അൻവറിന്റെ ഈ കോൺഫിഡൻസിന് കാരണം. കാരണം ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നോക്കുമ്പോൾ UDF-നും കോൺഗ്രസിനും അനുകൂലമായ രീതിയിലാണ് കൂടുതൽ വിലയിരുത്തലുകൾ വരുന്നത്. അപ്പോൾ PV അൻവറിന്റെ വ്യക്തിപരമായി PV അൻവറിന് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ PV അൻവർ മത്സരിക്കാൻ വന്ന സമയത്തെല്ലാം കൃത്യമായ സ്വാധീനം ഉണ്ടാക്കാൻ PV അൻവറിനെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറനാട് മത്സരിച്ചപ്പോഴാണെങ്കിലും, നിലമ്പൂർ എന്ന ആദ്യ തവണ അട്ടിമറി വിജയം നേടിയപ്പോഴും രണ്ടാം തവണ വിജയം ആവർത്തിച്ചപ്പോഴുമെല്ലാം അൻവറിന്റെ ഒരു ഇലക്ഷൻ ഹിസ്റ്ററി അങ്ങനെയാണ്. ആ ഒരു പാറ്റേണിലുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് അൻവർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളി നടത്തലും ഈ വിളിച്ചു പറയലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമല്ല. കൃത്യമായി പറയേണ്ട സ്ഥലത്ത് പറയുന്ന ഒരാളാണ് അൻവർ. അത് തന്നെയാണ് ഈ ഭയമില്ലാതെ തുറന്നു പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ PV അൻവർ വലിയ രീതിയിൽ കാലുറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ PA മുഹമ്മദ് റിയാസ് വിജയിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇപ്പോൾ ബേപ്പൂരിൽ സാധാരണ മനുഷ്യരോട് ചോദിച്ചാൽ പോലും അവർ പറയുന്ന കുറെ കാര്യങ്ങളുമുണ്ട്. വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഇത്തവണ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വികസനം എന്നുള്ള വലിയൊരു ബാനർ ഉയർത്തിക്കാട്ടി തന്നെയായിരുന്നു. അത് ബേപ്പൂരിലെ ആൾക്കാരും പറയുന്നുണ്ട്. ഒരു പൊതുമരാമത്ത് മന്ത്രിയുടെ സ്വന്തം മണ്ഡലം എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചു എന്നുള്ള ഒരു പൊതുവിലൊരു ധാരണയുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബേപ്പൂർ ഫെസ്റ്റ് കൃത്യമായി നടത്തിയെന്നും, കൃത്യമായി സാംസ്കാരിക മേഖലയിൽ അതുപോലെ തന്നെ വികസനത്തിന്റെ തലത്തിലെടുത്ത് നോക്കിയാലും കൃത്യമായ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. എത്ര തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞാലും ഒരു വിജയത്തിലേക്ക് PV അൻവറിന് എത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ പറഞ്ഞ പോലെ വലിയൊരു മെജോറിറ്റി കുറയ്ക്കാൻ സാധിച്ചേക്കാം. പല പഞ്ചായത്തുകളിലും വലിയ നേട്ടം PV അൻവറിന് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. ഈ പറയുന്ന പോലെ പതിറ്റാണ്ടുകളായി ഇടതു കോട്ടയായിരിക്കുന്ന ബേപ്പൂരിൽ ഒരു കുലുക്കം ഉണ്ടാക്കാൻ PV അൻവർ എന്ന സ്ഥാനാർത്ഥിക്ക് ഉറപ്പായും സാധിക്കും. ഈ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവിടെ ഉണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് നോക്കിയാൽ ഏറ്റവും ഉത്തമനായ കറക്റ്റ് ആയിട്ടുള്ള ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് PV അൻവർ. അതെന്താണെന്നറിയോ, PV അൻവറിന്റെ വരവ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമായിരുന്നു. കാരണം CPM-ലായിരുന്നപ്പോൾ CPM-ന്റെ കടന്നൽ രാജയായി നടന്ന ഒരാളാണ് PV അൻവർ. CPM-കാരേക്കാൾ കൂടുതൽ ന്യായീകരണങ്ങൾ നടത്തുക, പിണറായി വിജയനെ അന്ധമായി ആരാധിക്കുക തുടങ്ങി
കമന്റുകൾ നടത്തുക. നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെതിരെ പോലും വളരെ മോശമായ ഒരു ആരോപണം നിയമസഭയിൽ എണീറ്റ് നിന്ന് പറഞ്ഞ ഒരാളാണ്. നിയമസഭയിൽ വരാതെ വിദേശത്ത് ബിസിനസിന്റെ ആവശ്യത്തിന് പോയപ്പോഴും CPM ഒരു സംരക്ഷണ കവചമൊഴുക്കിയ ഒരാളാണ്. ആ PV അൻവർ CPM വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ നടത്തിയ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ UDF വരികയാണെന്ന് പറയുന്നു, VD സതീശൻ വരണ്ട എന്ന് പറയുന്നു. അല്ല, അതൊരു മൊത്തത്തിലൊരു രാഷ്ട്രീയ നാടകമാണ് ആ സമയത്ത് നടന്നത്. കാരണം അതൊരു PV അൻവർ ഇമ്പാക്ട്, ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അൻവറിന് ഗംഭീരമായി സാധിച്ചു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ച് CPM പോലൊരു സംഘടനയെ നേരിട്ട് വെല്ലുവിളിച്ചാണ് അൻവർ പുറത്തിറങ്ങുന്നതും MLA സ്ഥാനം രാജിവെക്കുന്നതും. അപ്പോൾ അൻവർ വിചാരിച്ചത് സുഗമമായ ഒരു UDF പ്രവേശനമാണ്. അന്ന് അത് ലഭിച്ചില്ല. പക്ഷെ അൻവറിന് ആ സമയത്തും CPM-നോട് ഫൈറ്റ് ചെയ്ത് അവിടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അൻവറിന് അവിടെ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും സജീവമായ പ്രവർത്തനം നടത്തിയില്ലെങ്കിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെ സജീവമായി രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് UDF-ന്റെ കക്ഷിയായിട്ട് വന്നു, അത് കഴിഞ്ഞ് ഒരു സീറ്റ് ഒപ്പിച്ചു. ആ സമയത്താണെങ്കിൽ പോലും രാഷ്ട്രീയമായ ഒരു നേട്ടത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ തന്നെ അൻവർ അടുത്ത് ചെയ്തത് തൃണമൂൽ ബന്ധം ഉപേക്ഷിക്കുകയാണ്. ഇനി സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കുക, UDF-ൽ ഉറച്ചു നിൽക്കുക. ബേപ്പൂർ വിജയിച്ചാൽ അൻവറിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആവശ്യങ്ങൾ വലുതായിരിക്കാം. ഭരണം എന്തൊക്കെയാണെങ്കിൽ ഭരണത്തിന്റെ തീർച്ചയായിട്ടും ബേപ്പൂരിൽ നിന്ന് PV അൻവർ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇത്രയധികം ആത്മവിശ്വാസം കാണിക്കുമ്പോൾ ഉറപ്പായും ചിലപ്പോ ജയിക്കാമായിരിക്കാം. അത്തരത്തിൽ പൊതുമരാമത്ത് മന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനെ, ഈ രാഷ്ട്രീയ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന PA മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ PV അൻവറിനായാൽ അദ്ദേഹം ഉറപ്പായും ഒരു കീ പോസ്റ്റ് ചോദിക്കുകയും അത് അടുത്ത വിവാദങ്ങളിലേക്ക് അദ്ദേഹം തന്നെ തിരികൊളുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. നമുക്ക് അങ്ങനെ വിജയിക്കാം എന്നുള്ള സാധ്യത വരുന്നത് കാരണം മുസ്ലിം ലീഗിന്റെ പിന്തുണ PV അൻവറിന് ആവോളം ഉണ്ടെന്ന്. അതെ, ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി, അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ സാമുദായിക നേതാക്കളെ എല്ലാം നേരിട്ട് പോയി കണ്ട് സപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായ അവരുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിലെല്ലാം വിലയിരുത്തി. എനിക്കൊന്നും ആഴ്ചകൾക്ക് പിന്നീടാണ് PA മുഹമ്മദ് റിയാസ് ഇവരെ എല്ലാം കണ്ട് ഈ പറഞ്ഞ സപ്പോർട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഗോളടിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു. അൻവർ ഈ മുസ്ലിം വിഭാഗത്തിലും മുസ്ലിം നേതാക്കൾക്കിടയിലും മുസ്ലിം ഒരു സ്വാധീനം അത് നിലമ്പൂർ ഇലക്ഷനിലും അതുപോലെ അതിന്റെ സമീപ മണ്ഡലങ്ങളിലും CPM ഗംഭീരമായി ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. നമ്മളിപ്പം UDF-ലേക്ക് അൻവർ വരണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുത്തിരുന്നപ്പോൾ പോലും മുസ്ലിം ലീഗ് ആഗ്രഹിച്ചിരുന്നത് PV അൻവറിനെ ഒപ്പം നിർത്തണമെന്നാണ്. പലപ്പോഴും PV അൻവറിന് വേണ്ടി തങ്ങളും എല്ലാം നേരിട്ട് ഇടപെടാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്താണ്. അൻവർ പലതവണ പോയി തങ്ങളെ എല്ലാം കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. ആ ഒരു പിന്തുണ, ലീഗിന്റെ ഒരു പിന്തുണ ബേപ്പൂരിൽ അൻവറിന് വലിയ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അൻവർ ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും അവിടെ അൻവർ വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നൊരു അഭിപ്രായം ചിലരെങ്കിലും പറയുന്നത്. ഇപ്പോഴത്തെ സർവേ ഫലങ്ങൾ എങ്ങനെയാണ്? എക്സിറ്റ് പോൾ ഫലങ്ങളിലെ സാധ്യത വിലയിരുത്തുമ്പോൾ നേരിയ മുൻതൂക്കമാണ്. തൊട്ടു മുമ്പ് 28,000-ന് മേളിൽ വോട്ട് ജയിച്ച മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസിന് നേരിയ മുൻതൂക്കം എന്നാണ് പറയുന്നത്. റിയാസ് ഒരു മോശം രാഷ്ട്രീയക്കാരനല്ല, വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന് ഒരു മന്ത്രി സ്ഥാനം വരെ എത്തിയതാണ്. നമ്മളെ മരുമോനൊന്നും മാത്രം പറഞ്ഞ് കുറച്ച് കാണേണ്ട കാര്യമില്ല, വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പ്രവർത്തിച്ചു വന്നൊരു രാഷ്ട്രീയ നേതാവാണ്. ആ റിയാസിനെ പോലെ ഒരാൾക്ക് ടഫ് ഫൈറ്റ് കൊടുക്കാൻ PV അൻവറിന് കഴിഞ്ഞു. അതാണ് അൻവറിന്റെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസക്തി. ആ ഒരു മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തി ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാനുള്ള ശ്രമം അൻവർ അവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം ഫലം എന്നുള്ളത് മെയ് 4-ന് അറിയാം.